PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി പട്ടികകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടണമെന്ന് രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അത്തരത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ അന്ന് തന്നെ PSCക്ക് നൽകുകയും ചെയ്തു. അതിൽ ഇന്ന് PSC ഒരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിനാൽ പല റാങ്ക് പട്ടികകളിലും പ്രതീക്ഷിച്ച നിയമനം നടന്നിട്ടില്ല. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഓഗസ്റ്റ് 31 വരെയുള്ള പട്ടികകളുടെ കാലാവധി നവംബർ 30 വരെ നീട്ടാൻ മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് PSC ആണ്. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ആയിരക്കണക്കിന് ജോലി തേടുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. ജനപ്രിയ തീരുമാനങ്ങളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അതിന് നടപടിക്രമങ്ങൾ അത് PSC അംഗീകരിക്കാൻ തന്നെയല്ലേ സാധ്യത? രഞ്ജിത്ത്, ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകളാണ്. ഏതാണ്ട് 60ഓളം പട്ടികകൾ അതിലുണ്ട്. ആ റാങ്ക് പട്ടികകളുടെ കാലാവധിയാണ് നവംബർ 30 വരെ നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യാൻ കഴിഞ്ഞ മന്ത്രിസഭ തീരുമാനിച്ചത്. പക്ഷേ അത് ചില സാങ്കേതിക നിയമ തടസ്സങ്ങളുണ്ട്. കാരണം 1.5 വർഷത്തിൽ കൂടുതൽ ഒരു പട്ടികയുടെ കാലാവധി നീട്ടാൻ കഴിയില്ല. ചില പട്ടികകൾ അത് കഴിഞ്ഞു പോയതാണ്. അത് എന്ത് ചെയ്യും എന്നുള്ളതാണ് PSCക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്ന് PSC യോഗം വിഷയം ചർച്ച ചെയ്യും. ഈ സർക്കാർ ശുപാർശ സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികളുടെ കൈയടി നേടുന്നതാണ്. ഉദ്യോഗാർത്ഥികളുടെ വലിയ ആഗ്രഹവും അവരുടെ വികാരവും ഒക്കെ തന്നെയാണ്. പക്ഷേ അതിൽ എത്രത്തോളം PSCക്കും നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആശങ്കയുണ്ട്. ആ ശുപാർശത്തിന് ചില അവ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് ആ ശുപാർശ ആദ്യം ശുപാർശ പിൻവലിച്ച് വീണ്ടും മുഖ്യമന്ത്രി ഓഫീസ് പുതിയൊരു ശുപാർശ നൽകിയത്. അത് ഇന്നത്തെ PSC യോഗം ചർച്ച ചെയ്യും. സാങ്കേതികമായും നിയമപരമായും നീട്ടാൻ കഴിയുന്ന പട്ടികകൾ എത്ര എണ്ണം ഉണ്ടാകുമെന്ന് ഇന്നത്തെ PSC തീരുമാനത്തിന് ശേഷം അറിയാൻ സാധിക്കും. ഏതായാലും മുഴുവൻ 60ഓളം പട്ടികകളുണ്ട്. അത് മുഴുവൻ ആ രീതിയിൽ കാലാവധി നീട്ടാൻ കഴിയില്ലെന്നാണ് PSCയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും PSC നിയമനവുമായി ബന്ധപ്പെട്ട PSC കാലാവധി റാങ്ക് പട്ടിക കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകും. ഒപ്പം മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.